അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് മേരി എന്നാണ്. മേരി എടത്തറയിൽ നിന്ന് പറയുന്നത്. ഇടവകപ്പള്ളി ഒലവക്കോട് ഇടവകപ്പള്ളി അംഗമാണ്. എനിക്ക് ഒരാഴ്ചയായിട്ട് എനിക്ക് വരാനും പെടുന്ന സാധിക്കാത്തൊരവസ്ഥ. അപ്പം ഇന്ന് എനിക്ക് ഇവിടെ സൈഡ് വേദനിച്ചിട്ടും ഇടുപ്പ് വേദനിച്ചിട്ടും ഒരടി നടക്കാനും പറ്റില്ല. അവരുടെ വീട്ടിൽ ജോലി ചെയ്യാതിരിക്കാനും പറ്റില്ല. അവരോട് ഞാൻ ഉപവാസമാണെന്നൊന്നും പറഞ്ഞ് അവർക്ക് ഉപവസിക്കണ്ട, അല്ലെങ്കിൽ ഉപവസിച്ചിട്ട് കാര്യമില്ല, അത് പറഞ്ഞ് ജോലിയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലാണ് പോകുന്നത് അല്ലേ? ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയിട്ട് അവർ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ മാംസമൊക്കെ കഴിക്കുമ്പോൾ ഇവർ പറയും എനിക്ക് ഉപവാസമാണ്, ഞാൻ മാംസം കഴിക്കില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല. ചേച്ചിയോട് പറയാണ്, ഇവർ അക്രൈസ്തവരായിരുന്നു, വിശ്വാസം സ്വീകരിച്ചവരാണ്, അതുകൊണ്ട് ട്രഡീഷണൽ ക്രിസ്ത്യാനി പറയാണ് ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരമില്ല, നിങ്ങളെന്ത് ചെയ്യണം, നന്നായിട്ട് കഴിക്കണം, നന്നായിട്ട് ഇറച്ചി കഴിക്കണം. അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്യും, ഉപവാസം എടുക്കും. ഉപവാസം എടുക്കുന്ന ആർക്ക്, അവർക്ക് വേണ്ടി കൂടി. അപ്പം അവർക്ക് ഒരു 9 വർഷമായിട്ട് അവർ മരുമകൾക്ക് കുട്ടികളായിട്ടില്ല. അപ്പം ഞാൻ എല്ലാ ആഴ്ചകളും ഇവിടെ വരും. അപ്പം ഞാൻ എന്തായാലും കർത്താവിൻ്റെ ക്രിസ്മസ് ആകുമ്പോഴേക്കും എനിക്കൊരു കുട്ടിനെ തരും പറഞ്ഞപ്പോൾ അവൾക്ക് 4 മാസം പ്രഗ്നൻ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥന. അപ്പം ഉപവസിച്ചത് കൊണ്ടൊന്നും അല്ല കുട്ടിനെ കിട്ടിയത്. ചേച്ചി ഉപവസിച്ചൊന്നല്ല കൊച്ചിനെ കിട്ടിയത്. അവര് കോയമ്പത്തൂർ ട്രീറ്റ്മെൻറ്റ്, അവർ കോയമ്പത്തൂർ ഡോക്ടർമാരെ കണ്ടിട്ട് ഡോക്ടർമാരെ കൊച്ചിനെ കൊടുത്തത്. അപ്പം എന്തോരം ആൾക്കാർക്ക് കൊച്ചങ്ങളില്ലാതിരിക്കുന്നു. ആ സ്ഥലം ഒന്ന് പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരെയും അങ്ങോട്ട് കോയമ്പത്തൂർ കൂടും. അവരുടെ കുടുംബത്തിൽ മക്കളുണ്ടാകാൻ വേണ്ടി ഉപവാസം എടുത്ത് പരിത്യാഗം ചെയ്ത് പ്രാർത്ഥന. അവരുടെ രോഗം എന്തുണ്ടായി, അവരുടെ രോഗം കർത്താവ് ഇന്ന് സുഖപ്പെടുത്തി അല്ലേ? അരക്കെട്ട് വേദന ഉണ്ടായില്ലോ അല്ലേ? ചുറ്റും വേദന ഉണ്ടായില്ലേ? ചുറ്റും നമ്മുടെ ഗർഭപത്രം താഴ്ന്നു പോണ പോലെയൊക്കെ എനിക്ക് പ്രശ്നമാണ്. എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പം ഞാൻ ഏത് സമയമാണെങ്കിൽ ഞാൻ ഇവിടെ ചാപ്പൽ അല്ലെങ്കിൽ ആരാധനയിൽ പോയിരിക്കുന്നത് കിട്ടുന്ന സമയം എൻ്റെ മക്കളെ അവിടെ ഒറ്റയ്ക്ക് കഞ്ഞി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പോയിട്ട് കഞ്ഞി വെക്കും, എന്നാലും ഞാൻ ഇവിടെ വരാതെ ഇരിക്കില്ല. അതായത് ഇറച്ചി മീനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ നോമ്പ് നോക്കണം, അങ്ങനെയാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ. കാരണം ആ നോമ്പിന് വിലയുണ്ട്. കാരണം വീട്ടുകാർ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് അവർ നോമ്പ് നോക്കുന്നില്ലെങ്കിൽ നോമ്പ് നമ്മളെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് ക്രിസ്ത്യാനിയുടെ അവകാശമാണ് ഉപവാസം, ക്രിസ്ത്യാനിയുടെ അവകാശമാണ് മാംസവർജനം. കാരണം അറിയില്ലാത്തവരെ അക്രൈസ്തവർ പഠിപ്പിക്കണം, ക്രിസ്ത്യാനിയെ അക്രൈസ്തവം പഠിപ്പിക്കണം. അല്ലെങ്കിൽ മെജിഗോറി സന്ദേശം എന്താ, 2 ദിവസം ഉപവാസം എടുക്കണം, വെള്ളിയാഴ്ച മാംസം വർജിക്കണം. മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറയാം, ഇപ്പം ചേച്ചിക്ക് സുഖപ്പെട്ടു അല്ലേ? ഇന്ന് കയറി വരുമ്പോഴും വേദന ഉണ്ടായി അല്ലേ? ഇപ്പം വേദന ഇല്ലല്ലോ. ഇപ്പം